ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ ഉൾപ്പെടുത്തിയ ബോർഡ് ആണ് ആദ്യം വീഡിയോയിൽ കാണുന്നത്. ഗുരുവായൂരിന്റെ നഗരപരിധിയിൽപ്പെട്ട പാലുവായ ദേശത്താണ് നൂറ്റാണ്ടുകളുടെ ചരിത്രമുറങ്ങുന്ന ശ്രീ കോതകുളങ്ങര ഭഗവതി ക്ഷേത്രം. ദേശവാസികളിൽ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് കുടികൊള്ളുന്ന ദേവി 8 ദേശങ്ങളുടെ അതിദേവതയാണ്. പരമസാത്വികനായ ഒരു പരദേശി ഭക്തന്റെ ഉപാസനാമൂർത്തിയായ ദേവി ആ ഭക്തൻ തീർത്ഥാടനത്തിനിറങ്ങിയപ്പോൾ ഒപ്പം കൂടി. ഭക്തന്റെ കുടയുടെ പുറത്തായിരുന്നു ദേവിയുടെ സാന്നിധ്യം. ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തെക്കേ ദിശയിലേക്ക് നടന്ന ഭക്തൻ പാലുവായിൽ എത്തി. അവിടെ കണ്ട നിർമ്മലമായ ജലാശയത്തിൽ കുളിച്ച് ക്ഷീണം തീർത്ത് യാത്ര തുടരാമെന്ന് കരുതി കുടയും വസ്ത്രങ്ങളും താഴെ വെച്ച് കുളിക്കാനിറങ്ങി. കുളി കഴിഞ്ഞ് വസ്ത്രങ്ങൾ ധരിച്ച് കുടയെടുക്കാൻ ശ്രമിച്ചപ്പോൾ എടുക്കാൻ കഴിയുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും കുടയെടുക്കാനാവാതെ വന്നപ്പോൾ അത്ഭുതസ്തബ്ധനായ അയാളുടെ മനസ്സിൽ ദേവിയുടെ അഭീഷ്ടം തെളിഞ്ഞു വന്നു. ദേവി അവിടെ നിന്ന് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല, അവിടെ തന്നെ സ്ഥിരം സാന്നിധ്യം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ദേവിയുടെ അഭീഷ്ടമറിഞ്ഞ ഭക്തൻ അവിടെ ചെറിയൊരു ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തി കഴിയുന്നത്ര കാലം ദേവിയെ സേവിച്ചു കഴിഞ്ഞു. ഈ സംഭവത്തിന്റെ സ്മരണക്കായി ക്ഷേത്രത്തിലെ പൂരത്തോടനുബന്ധിച്ച് കുടകുത്തൽ എന്നൊരു ചടങ്ങ് ഇന്നും നടന്നുവരുന്നു. മുല്ലപ്പുഴക്കൽ തറവാട്ടുകാരാണ് ഈ ആചാരം തുടർന്നു പോരുന്നത്. കാലാന്തരത്തിൽ ഉടമസ്ഥാവകാശം പുന്നത്തൂർ രാജകുടുംബത്തിലേക്ക് ചെന്നു ചേർന്നു. നൂറ്റാണ്ടുകൾക്കു ശേഷം പുന്നത്തൂർ രാജകുടുംബത്തിന്റെ പ്രതാപം അസ്തമിച്ചപ്പോൾ ക്ഷേത്രഭരണം നാട്ടുകാർ ഏറ്റെടുത്തു. ഇന്ന് നാട്ടുകാരുടെ കമ്മിറ്റി ക്ഷേത്രത്തെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നു. നൂറ്റാണ്ടുകളുടെ പഴക്കം കൊണ്ട് ജീർണാവസ്ഥയിലായ ക്ഷേത്രം പുനരുദ്ധരിക്കാനുള്ള തീരുമാനപ്രകാരം 1996 സെപ്റ്റംബറിൽ അഷ്ടമംഗല പ്രശ്നം നടത്തി. വിധിപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി. 1997 ആഗസ്റ്റിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് 2000 മാർച്ചിൽ പുനഃപ്രതിഷ്ഠ നടത്തി. കുംഭമാസത്തിലെ ഭരണി നാളിൽ മേലെക്കാവിലും കാർത്തിക നാളിൽ താഴെക്കാവിലും പൂരം ആഘോഷിക്കുന്നു. ഭരണി നാളിൽ രാത്രി പുലരുവോളം ക്ഷേത്രസന്നിധിയിൽ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട 10 കളിത്തട്ടുകളിൽ ഐവർക്കളിയും കോൽക്കളിയും അരങ്ങേറുന്നു. 8 ദേശങ്ങളിലായി 10 സമുദായങ്ങളിലെ നിശ്ചയിക്കപ്പെടുന്ന വീടുകളിൽ വ്രതാനുഷ്ഠാനങ്ങളോടെ പന്തൽ കെട്ടി പൂജ നടത്തി ഐവർക്കളിയും കോൽക്കളിയും പരിശീലിപ്പിക്കുകയും കുംഭഭരണി ദിവസം ആയിരക്കണക്കിന് താലപ്പൊലികളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ക്ഷേത്രാങ്കണത്തിൽ എത്തി അവതരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഈ അനുഷ്ഠാന കലാരൂപം ഒരു അപൂർവ വിസ്മയ കാഴ്ചയാണ്. നാശോന്മുഖമായി കൊണ്ടിരിക്കുന്ന ഐവർക്കളി അതിന്റെ തനിമയോടെ നിലനിർത്തുന്നതിൽ ഈ ക്ഷേത്രം വലിയ പങ്കുവഹിക്കുന്നു. കാർത്തിക നാളിൽ താഴെക്കാവിൽ അണിനിരക്കുന്ന 100 കണക്കിന് കരിങ്കാളി വേഷങ്ങളും തിര, പൂതൻ, കാള, കുതിര എഴുന്നള്ളിപ്പുകളും ജനങ്ങളുടെ മന്നിറക്കുന്ന അസുലഭ കാഴ്ചകളാണ്. മുല്ലപ്പുഴക്കൽ തറവാട്ടുകാരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. വിവിധ ദേശക്കാരുടേതായി നിരവധി സബ് കമ്മിറ്റികൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. ഇനി ക്ഷേത്രത്തിൽ ഉത്സവാന്തരീക്ഷം നിറയ്ക്കുന്ന ചടങ്ങുകളെക്കുറിച്ച് പറയാം. പ്രതിഷ്ഠാദിനം കുംഭാരണി, ഇല്ലം നിറ മകരച്ചൊവ്വ, രാമായണ മാസാചരണം, അയ്യപ്പൻ വിളക്ക്, വിജയദശമി. ഈ ക്ഷേത്രത്തിലെ ഉപദേവതകൾ ആരൊക്കെയാണ് എന്ന് നോക്കാം. സരസ്വതി, നാഗങ്ങൾ, വനശാസ്താവ്. ക്ഷേത്രം തുറക്കുന്ന സമയം രാവിലെ 5:30, ഉച്ചപൂജ രാവിലെ 8:40, ക്ഷേത്രം അടയ്ക്കൽ രാവിലെ 9:30. മലയാളിക്ക് എന്നും ഒരു ആവേശം തന്നെയാണ് ഉത്സവങ്ങൾ. അതിന്റെ സുഗമമായ നടത്തിപ്പിനായി ജാതി മതഭേദമില്ലാതെ സഹകരിക്കുകയും ചെയ്തുവരുന്നു. വിദേശത്തുള്ളവർ ഈ അനുഭവം ഓർമ്മയിൽ വെച്ചുകൊണ്ട് തന്നെ തങ്ങളുടെ നാട്ടിലെ ഉത്സവത്തീയതി ഓർമ്മിച്ചെടുത്തുകൊണ്ടും നാട്ടിൽ എത്താറുണ്ട്. ഓരോ വർഷം കഴിയുമ്പോഴും ഉത്സവങ്ങളുടെ മിഴിവ് ഏറുകയാണ് എന്നതിൽ സംശയമില്ല. ആനന്ദലഹരിയിൽ വിശ്വാസിയും അവിശ്വാസിയും ഒത്തുചേരുന്നു. ഒരു നാടിന്റെ നന്മയും സംസ്കാരവുമാണ് ഉത്സവങ്ങൾ. ആചാരങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള ഈ ഉത്സവങ്ങൾ കേരളത്തിന്റെ പ്രത്യേകതയും അനുഗ്രഹവുമാണ്. ഭരണിയുടെ പിറ്റേ ദിവസം കാളിപ്പൂരവും ഇവിടെ നടക്കാറുണ്ട്.